നമ്മൾ എന്താണ് ബോട്ടിങ്ങിന് പോകാൻ നിൽക്കണേ. രാവിലെ തന്നെ ടൈം 6:40 ആയിട്ടുള്ളൂ. നല്ല തിരക്കാണ് ടൈഗർ റിസർവ്. അവിടെ പോയാൽ ഭാഗ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും അനിമൽസിനെ കാണാൻ പറ്റും. എന്തായാലും ബോട്ടിങ് 1.5 മണിക്കൂറുണ്ട്. അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ച് ബസ്സിലാട്ടോ കയറിയിരിക്കുന്നത്. നല്ല കുറേ നേരം ക്യൂ നിന്നിട്ടാണ് കിട്ടിയിരിക്കുന്നത് ടിക്കറ്റ് ആട്ടോ. ന്യൂ ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാട്ടോ. ഓൾറെഡി 5 ബസ് പോയി കഴിഞ്ഞിരിക്കണം. നമ്മൾ പോയിങ്ങാണ്ടിരിക്കണേ. നമ്മൾ പോണ റൂട്ടായിട്ട് ഒരു കോട മൂടിയതുകൊണ്ടാണ് ഒന്നും കാണാത്തത്. ബസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അവിടുന്ന് വരുന്ന ബസ്സാട്ടോ. ഒരു ടീമിനെ കൊണ്ടാക്കിയിട്ട് റിട്ടേൺ വരുന്ന ബസ്സാണ്. നമ്മളിങ്ങനെ ആ ജംഗിൾക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻട്രൻസിൻ്റെ അവിടെ ഉള്ളിൽ കയറിട്ടോ. 3 കിലോമീറ്റർ. നമ്മൾ ടൈഗർ റിസർവിൽ വന്നിട്ടാ. ഇനി അവിടെ താഴെയാണ് ബോട്ടിങ്ങിനുള്ള എൻട്രൻസ് വരുന്നത്. അന്ന് നമ്മൾ ബസ് ടിക്കറ്റ് മാത്രം എടുത്ത് വന്ന കാരണം താഴത്തേക്ക് എൻട്രൻസ് കിട്ടിയിട്ടില്ലായിരുന്നു. ടിക്കറ്റ് എടുക്കാൻ പോയിക്കണം ബോട്ടിങ്ങിനുള്ള. കിട്ടി നമുക്ക് താഴെ അങ്ങോട്ട് പോവാം. ആ കാണുന്നതാട്ടോ ബോട്ട്. അതിലാണ് നമ്മൾ പോവല്. അതില് 4 ഉണ്ട്. നമ്മൾ എവിടുക്ക പോണി പോവാ? മീമിനെ കാണാനാ? കോഴിയാ? കിളിയില്ലേ? ഇങ്ങനത്തെ ബേർഡ്സിനൊക്കെ ഇവിടെ ചിലപ്പം കാണാൻ പറ്റുന്നുണ്ടാവും. ഇതിനുള്ളിൽ കയറാച്ചോ? റേറ്റ് ഉണ്ടാവോ? ഇതാട്ടോ ടിക്കറ്റ് തന്നെ. ഞങ്ങൾക്ക് ജലജ്യോതി പറഞ്ഞിട്ടുള്ള ബോട്ടാണ്. 43, 44 അപ്പർ സീറ്റ് ആട്ടോ കിട്ടിയിട്ടുള്ളത്. ഒരാൾക്ക് 255 ടിക്കറ്റ്. അപ്പൊ ഏരക്കാണ് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇവിടെ ഒരാള് ആനനെ കണ്ടിട്ട് അത് കൈ പിടിച്ചിരിക്കാണ്. ആനതാ. ആന എവിടെ? ഇതാട്ടോ നമ്മുടെ ബോട്ട്. ഇത് സെക്കൻഡ് ആണ്. അപ്പൊ ഞങ്ങൾ ഇതാ കേറാൻ പോകുന്നു. അപ്പൊ നമ്മള് മേലെ കേറാൻ പോവട്ടാ. നമുക്ക് മേലെയാണ്. നമ്മള് മുകളിലാട്ടാ. ഇവിടെയാണ് ബോട്ടിൽ നിന്നുള്ള വ്യൂ ഇതാട്ടാ. നല്ല കോടുണ്ടല്ലോ ഇതിന്. അപ്പുറത്തൊരു ബോട്ടുണ്ട്. ബോട്ടൊക്കെ ആർക്കുള്ള ഫുള്ളാണ് ഇപ്പോൾ. ഭാഗ്യമുണ്ടെങ്കിൽ മൃഗങ്ങൾ കാണാല്ലേ. ബോട്ട് എടുക്കുന്ന മുന്നായിട്ട് എന്തോ ഒരു സാധനം അവിടെ വെള്ളം കുടിക്കുന്നില്ല. കിളിയാണോ എന്താണെന്നറിയില്ല. Both sides will stand out there. Just make you sit up there. Asking the remote, mainly silence. Don't make noise. Everything sees not making noise. Go inside. Get back. ബോട്ട് എടുത്തു.
മറ്റയാള് ഫുൾ കലിപ്പിലാട്ടാ. ഇവനോടൊക്കെ അപ്പോൾ ഞങ്ങൾ ഇറങ്ങാണ്. കഴിഞ്ഞു 1.5 മണിക്കൂർ കഴിഞ്ഞു. ഇവിടുന്ന് കാണാതാ കണ്ടില്ല. ശിവ ബോട്ടിങ്ങിനുള്ള അടുത്ത 9:30 അതിനുള്ള വീണ്ടും സെറ്റ് ചെയ്യണേ. ഇവിടെ ഒരുത്തം വരണില്ല. ചീത്തറിയാ. ഏയ് അവനെവിടുക്കാ പോണേ? രക്ഷല്ലേ ഇങ്ങനെ കേരള এখন কটা বাজে? 9টা। ആടിട്ട് മാന്തണ്ടിട്ടാ അത് പോണേ. കൊരങ്ങാണ്ടിട്ട് ചാടട്ടാ. നമ്മളോട് ഇനി നേരെ ബസ് പോവല്ലേ? മലയാളീസ് ഇല്ലേ? ഒരൊറ്റ ഫാമിലി ഉള്ളു, ബാക്കി ഫുള്ള് നോർത്ത് ഇന്ത്യൻസാ. ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവ ഫുൾ കളിയാ, ഫുൾ കുരങ്ങന്മാരാ. ആരും കണ്ടിട്ടില്ല, എണീറ്റോട്ടാ. പോവല്ലേ? കണ്ടായി വന്ന് വാ. മതി 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 വാ, പോവല്ലേ എന്നാല്. ഇപ്പോൾ ആണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ നടന്നു പോകട്ടാ കാട്ടിലൂടെ. 3 കിലോമീറ്റർ നമുക്ക് വേണമെങ്കിൽ നടന്നു പോകാം.
ഇവിടാണ് വാഹനം വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കാട്ടിലൂടെ ഇങ്ങനെ നടക്ക വേണമല്ലോ. നല്ല രസമുണ്ട്, നല്ല തണുപ്പും നല്ല കാലാവസ്ഥ. ഇപ്പം കോട മൂടിയിട്ടേ. അപ്പോൾ നമ്മളിങ്ങനെ ബസ്സിൽ വന്ന റൂട്ടിന് ഞാൻ നടന്നുകൊണ്ടിരിക്കട്ടെ. ബസ് ഫോറസ്റ്റ് ആട്ടോ, പക്ഷെ നടത്തുന്നതുകൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല. ഈ ടൈമിൽ കുഴപ്പമൊന്നുമില്ല, അടിപൊളി ഭംഗിയും. 3 കിലോമീറ്റർ ഉണ്ട് നടക്കാൻ. ഞങ്ങളുടെ ഇവ് നടക്കണമൊക്കെ വരണ വരെ നടക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പം ബസ്സിൽ കയറി സെറ്റല്ലേ അവരവിടെ ഇരുന്ന് കേട്ടോ.